കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിക്കപ്പെട്ടതു മുതൽ പ്രിയ നിരീക്ഷകരും മാധ്യമങ്ങളും എങ്ങനെ LDF പരാജയപ്പെട്ടു, എന്തുകൊണ്ട് UDFന് ഇത്ര തിളക്കമാർന്ന വിജയം നേടി എന്ന കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വിധിയെ പ്രസക്തമാക്കുന്നത് UDF ഇത്രയും വലിയ ഒരു വിജയം പ്രതീക്ഷിച്ചിരുന്നില്ല, LDF ഇത്രയും വലിയ പരാജയവും പ്രതീക്ഷിച്ചിരുന്നില്ല. UDF തരംഗമാണെന്നും ഭരണവിരുദ്ധ തരംഗമാണെന്നും വ്യാഖ്യാനിക്കുന്നവരുണ്ട്. വ്യത്യസ്തമായ രീതിയിൽ ഈ പരാജയത്തെയും വിജയത്തെയും കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. LDFന് എതിരെയുള്ള ജനവിധിയോ UDFന് അനുകൂലമായ തരംഗമോ അല്ല കേരളത്തിലുണ്ടായത്. ഒരേ മുന്നണി, ഒരേ പാർട്ടി, ഒരേ മുഖ്യമന്ത്രി, തുടർ ഭരണം, ഇത് കേരളത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യമല്ല. കേരളത്തിലെ വോട്ടർമാർ കേവലം വോട്ടർമാരല്ല, അവർ ഒരു പൊളിറ്റിക്കൽ ആനിമൽസാണ്, രാഷ്ട്രീയ ജീവികളാണ്. അവരൊന്നും തുടർ ഭരണം ആഗ്രഹിക്കുന്നില്ല. അത് ഈ ഭരണത്തോടുള്ള പ്രതിപത്തി കൊണ്ടല്ല, അല്ലെങ്കിൽ ഇതിനേക്കാൾ ബെറ്റർ ഗവേണൻസ് UDF കാഴ്ചവെക്കും എന്ന് വിശ്വസിച്ചുകൊണ്ടുമല്ല. ചേഞ്ച് ഈസ് പ്രോഗ്രസ്, മാറ്റങ്ങളാണ് പുരോഗതി എന്ന് വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ സ്വഭാവത്തിലേക്ക് കേരളക്കാർ തിരിച്ചു പോയിരിക്കുന്നു. ഇതാണ് നമ്മുടെ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. മാറി മാറി വരുന്ന സർക്കാരുകൾ, ഇതാണ് കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്വഭാവം. ആ സ്വഭാവത്തിലേക്ക് കേരളം വീണ്ടും തിരിച്ചു പോയിരിക്കുന്നു. കോൺഗ്രസ് MP-മാർ ഇന്നലെ പാർലമെൻറ്റിൻ്റെ മുമ്പിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള പാരഡി ഗാനങ്ങൾ പാർലമെൻറ്റിൻ്റെ മുമ്പിൽ ആലപിക്കുന്നത് കണ്ടു. ആഹ്ലാദ പ്രകടനത്തിൽ ഏറ്റവും അപക്വവും അശ്ലീലവുമായ ഒരു കാഴ്ചയാണ് കോൺഗ്രസ് MP-മാർ പാർലമെൻറ്റിൻ്റെ മുമ്പിൽ നടത്തിയത്. തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് കോൺഗ്രസ് എന്ത് പഠിക്കുന്നു എന്നതിൻ്റെ നിദർശനമായി ആ പ്രകടനത്തെ കാണാം. പാർലമെൻറ്റിൽ മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റുമ്പോഴാണ് കോൺഗ്രസ്സുകാർ തെരഞ്ഞെടുപ്പിൻ്റെ പാരഡി ഗാനം ആലപിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ച് പാർലമെൻറ്റിൻ്റെ മുമ്പിൽ കോമാളി വേഷം കെട്ടിയാടുന്നത്. മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടിയതിലോ വർഗീയ വിഭജന ശ്രമങ്ങൾ നടത്തുന്നതിലോ പരാതിയില്ലാതെ പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനം ആലപിക്കുന്ന നിലവാരത്തിലേക്ക് കോൺഗ്രസ് വിജയത്തെ തെറ്റായി വായിക്കുകയാണ്. ഇടതുമുന്നണിയോ വലതുമുന്നണിയോ നടത്തുന്ന ക്യാമ്പയിനുകൾ കണ്ടിട്ടല്ല ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. ശബരിമല ഇഷ്യൂ 2019-ലോ 2025-ലോ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടില്ല. ശബരിമല ഇഷ്യൂ സ്വാധീനിച്ചു എന്ന് തെറ്റായി വ്യാഖ്യാനം നടത്തിയത് 2019-ലാണ്. പിന്നീട് 2020-ലും 2021-ലും LDFന് വലിയ വിജയമുണ്ടായി. അത് UDFൻ്റെ ക്യാമ്പയിനെ സ്വാധീനിച്ചിട്ടുണ്ടാകാം, അവർ അത് ആഘോഷിച്ചിട്ടുണ്ടാകാം. 2021-ലെ ഇലക്ഷനിൽ അയ്യപ്പ കോപമുണ്ടാകും, വിശ്വാസികളുടെ പ്രതിഷേധമുണ്ടാകും എന്ന് തെരഞ്ഞെടുപ്പ് ദിവസം വോട്ട് ചെയ്തുകൊണ്ട് വോട്ടർമാരോട് പറഞ്ഞത് സാക്ഷാൽ സുകുമാരൻ നായരാണ്. ആ വാക്കിന് വല്ല വിലയും കേരളത്തിലെ ജനങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ഇനിയും പാർലമെൻറ്റ് ഇലക്ഷൻ നടന്നാൽ മഹാഭൂരിപക്ഷവും 19 സീറ്റും UDFന് തന്നെയാണ് ലഭിക്കുക. പൊളിറ്റിക്കൽ ഭാവിയുള്ള PC വിഷ്ണുനാഥിനെ പോലെയുള്ള ആളുകൾ ഇത്തരം പാരഡി ഗാനങ്ങൾക്ക് പ്രചാരം നൽകുന്നത് അവരെക്കുറിച്ച് രാഷ്ട്രീയ കേരളത്തിനുള്ള മതിപ്പ് തന്നെ ഇല്ലാതാക്കുന്ന കാര്യമാണ്. 21-ാം നൂറ്റാണ്ടിൽ ആളുകൾ വോട്ട് ചെയ്യുന്നതും തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നതും മുന്നണികളെ തിരഞ്ഞെടുക്കുന്നതും ഇത്തരം കാര്യങ്ങൾ അനുസ്മരിച്ചുകൊണ്ടാണെന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യ ബോധത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ്. ഏറ്റവും നല്ല ഭരണമാണ് LDF കാഴ്ചവെച്ചത്. ക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളിൽ, ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, ഗവേണൻസിൻ്റെ കാര്യങ്ങളിൽ എല്ലാം നമ്പർ 1 ആണ്. ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ രാഷ്ട്രീയം എന്ന് പറയുന്നത്, തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ക്ഷേമത്തിലും വികസനത്തിലും അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയം മാത്രമല്ല ഇന്ത്യയിലും കേരളത്തിലുമുള്ളത്. നമ്മുടെ രാഷ്ട്രീയം സാമൂഹിക ചുറ്റുപാടുകളുമായി ബന്ധപ്പെട്ടതാണ്. വികസനത്തിൽ ഊന്നി മാത്രമല്ല സർക്കാരുകൾ നിലനിൽക്കുക. 2014 മുതൽ നമ്മുടെ രാഷ്ട്രീയ സംവാദങ്ങളുടെ നടുവിൽ മതം ഒരു വിഷയമായി വരികയാണ്.
ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ദൗർഭാഗ്യമാണ്. കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ DNA എന്ന് പറയുന്നത് മെജോറിറ്റേറിയൻ പൊളിറ്റിക്സ് ആണ്, ഭൂരിപക്ഷത്തിൻ്റെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയമാണ് ഹിന്ദുത്വ. ആ രാഷ്ട്രീയത്തിൻ്റെ പ്രയോക്താക്കൾ ഇന്ത്യ ഭരിക്കുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും അതിൻ്റെ അലയൊലികളുണ്ടാകും. അതുകൊണ്ടാണ് ഇടതുപക്ഷ സർക്കാർ അയ്യപ്പ സംഗമം നടത്തേണ്ടി വന്നത്. തെരഞ്ഞെടുപ്പ് ചില ശുഭസൂചനകൾ നൽകുന്നു, എന്നാൽ അപായ സൂചനകളും നൽകുന്നുണ്ട്. ശുഭസൂചന ഒന്ന്, ഇനിയും കോൺഗ്രസ് പരാജയപ്പെട്ടാൽ UDF അധികാരത്തിൽ വന്നിട്ടില്ലെങ്കിൽ ആ വിടവിൽ വരിക BJP ആയിരിക്കും. ഇടതുപക്ഷത്തിന് ഇപ്പോഴുണ്ടാകുന്ന ആയേക്കാവുന്ന തിരിച്ചടി ദീർഘകാലാടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ മതേതരത്വത്തിന് ഗുണം ചെയ്യുന്ന കാര്യമാണ്. UDF ഭരിക്കുന്നത് കൊണ്ട് വികസന കാര്യങ്ങളിൽ എല്ലാ സൂചികയിലും പിറകോട്ടു പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ BJPയെ മാറ്റി നിർത്താൻ കേരളത്തിൻ്റെ ഒരു കരുതലായി അടുത്ത ടേം UDFന് നൽകുന്നത് ഭരണമില്ലാതെ നിലനിൽക്കാൻ കഴിയാത്ത കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന ഒരു ഊർജമായിരിക്കും, അല്ലെങ്കിൽ ജീവശ്വാസമായിരിക്കും. ഇല്ലെങ്കിൽ ആ പാർട്ടികളുടെ അസ്തിത്വം, അവരുടെ നിലനിൽപ്പ്, ഷേക്സ്പിയർ പറഞ്ഞതുപോലെ കോൺഗ്രസിനെ സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ടു ബി ഓർ നോട്ട് ടു ബി നിലനിൽപ്പിൻ്റെ പ്രശ്നമായിരുന്നു. ഗൗരവത്തോടെ കണ്ടിരുന്നു. അതുകൊണ്ടാണ് ശബരിനാഥിനെ മത്സരിപ്പിക്കാൻ ഇറങ്ങിയത്. കോൺഗ്രസ് ഗൗരവ തരത്തിൽ മത്സരത്തെ കണ്ടതുകൊണ്ടാണ് BJP തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. കാരണം മതേതര വോട്ടുകൾ ഭിന്നിച്ചു. അതിൻ്റെ ബെനിഫിറ്റാണ് BJPക്ക് കിട്ടിയത്. 2019 മുതൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ഉപയോഗിച്ച് BJP നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ ഏതാണ്ട് വിജയത്തിലെത്തിയിരുന്നു. അതിൻ്റെ ക്ലാസിക് എക്സാമ്പിളാണ് 2024 ലോക്സഭാ ഇലക്ഷനിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം. BJPയുമായി ഒരു സഖ്യത്തിലേർപ്പെടാൻ, സഭാവിശ്വാസികളെ BJPയിലേക്ക് അടുപ്പിക്കാൻ സഭാപിതാക്കന്മാർ, കാസ അശ്രാന്ത പരിശ്രമം നടത്തിയിരുന്നു. നിങ്ങൾക്ക് അത് മനസ്സിലാകണമെങ്കിൽ 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന മത്സരത്തിൽ ക്രിസ്ത്യാനികളായ സ്ഥാനാർത്ഥികൾ നിരവധി വാർഡുകളിൽ BJPയുടെ ചിഹ്നത്തിൽ മത്സരിച്ചിരുന്നു. മതേതരത്വത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാണുന്ന ക്രിസ്ത്യാനികൾ സഭയുടെയും കാസയുടെയും താൽപ്പര്യങ്ങൾ മറികടന്ന് അവരൊക്കെ കോൺഗ്രസിന് വോട്ട് ചെയ്തു. തൃശ്ശൂരിൽ നാം അത് കണ്ടു. അജഗണങ്ങളെ തെറ്റായ വഴിയിലേക്ക് നടത്തുന്ന ഇടയന്മാർക്കെതിരെ മതേതരത്വബോധമുള്ള ക്രിസ്ത്യാനികൾ ഉണർന്നിരിക്കുന്നു. അവർ ജനാധിപത്യ ജാഗ്രത പുലർത്തിയിരിക്കുന്നു. ഇത് ശുഭകരമായ കാഴ്ചയാണ്. കോൺഗ്രസിനും UDFനും മതേതരത്വത്തിനും പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. സഭയെ, കാസയെ, സ്ഥാപിത താൽപ്പര്യങ്ങളെ തള്ളി വിശ്വാസികൾ കോൺഗ്രസിനൊപ്പം നിൽക്കുന്നു. സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷം പുതിയ പ്രസിഡന്റായി നിയമിച്ചത് സണ്ണി ജോസഫിനെയാണ്. കോൺഗ്രസ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് നൽകിയ ആ പ്രാതിനിധ്യ പരിഹാര പ്രക്രിയ ഫലം കണ്ടു എന്നാണ് വിശ്വസിക്കേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം മലബാറിലെ വോട്ടിംഗ് പാറ്റേണാണ്. SIR വന്നതിന് ശേഷം ഇപ്പോൾ ഇലക്ഷനിൽ വോട്ട് ചെയ്യുക എന്നത് ഐച്ഛിക വിഷയമല്ല. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുകൾ നാട്ടിലുള്ള വോട്ടർ ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകളും വോട്ട് ചെയ്തിരിക്കുന്നു. മുൻകാലങ്ങളിൽ പോൾ ചെയ്യപ്പെടാത്ത വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്തതോടുകൂടി അതിൻ്റെ ഒരു ബെനിഫിറ്റ് UDFന് ലഭിച്ചു. 80 സീറ്റിൻ്റെ മാർജിനിലാണ് UDF ഇപ്പോൾ നിൽക്കുന്നതെങ്കിൽ 20 സീറ്റ് കൂടി വർദ്ധിച്ച് 100 സീറ്റ് വരെ അവർക്ക് ലഭിക്കാൻ അടുത്ത ഇലക്ഷനിലെ പെർസെൻറ്റേജ് SIR ഭീതി മൂലം പങ്കെടുക്കുന്ന ആളുകളുടെ വോട്ടിംഗ് പാറ്റേൺ, ആ സാന്നിധ്യം കൂടി UDFന് ഉപകരിക്കും.